ഇന്ന് നിന്നെ തട്ടിക്കൊണ്ട് പോവുകയാണ്. ഇനി നിന്നെ തട്ടിക്കൊണ്ട് പോയി നിന്നെ കീച്ചിടുവേ. നിനക്ക് ഇനി ജീവിതമില്ല. ഇല്ല ഇല്ല, നീ ജീവിക്കണ്ട. മതി, നീ ജീവിച്ചത് മതി. എത്ര വയസ്സായി നിനക്ക്? മതി 17 വയസ്സ് ധാരാളം. മതി. നിന്നെ തട്ടിക്കൊണ്ട് പോയാലല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നീ തീർന്ന്. നിന്റെ കിഡ്നിയൊക്കെ നിന്ന് അടിച്ചു മാറ്റും. പാവപ്പെട്ടവരാണ്. മിണ്ടാതിരുന്നാ നിന്നെ ഒന്നും ചെയ്യാതെ വിടും. കാറിലൊക്കെ വരണം. നീ സ്വർണം വേണമല്ലോ നിനക്ക്. സ്വർണം വേണം നിനക്ക്, മൊബൈൽ വേണം. ആരെങ്കിലും ഒരു തുണ്ട് കൊണ്ടുവന്നിട്ട് ഇത് 3 പ്രൈസ് തരാം, നിനക്ക് പൈസ തരാന്ന് ഞാൻ ആരെങ്കിലും ഒന്ന് പറയാണ്, 2000, 3000, 5000. അപ്പൊ ഉടനെ തന്നെ ഏതെങ്കിലും സെലക്ട് ചെയ്യും. എനിക്ക് വേണമെന്ന് പറഞ്ഞ് കൂടെ അങ്ങ് വരും. കൊള്ളാം. അമ്മ നമ്മൾ ഒന്നും ചെയ്യൂല. അമ്മമാരെ നമ്മൾ ചെയ്യില്ല. അമ്മമാര് പോരാളിയല്ലേ, ഒന്നും ചെയ്യില്ല. പക്ഷെ ഇത്രയും പപ്പടം വിറ്റിട്ടേ ഒരു പപ്പടം എനിക്ക് വേണമെന്ന് നീ ചോദിച്ചില്ല. അതാണ് അമ്മയ്ക്കുള്ള ബുദ്ധി നിനക്കില്ലായി പോയല്ല. ഒന്ന് കൊടുത്തൂടെന്ന്. ഒരു പപ്പടം നീ എനിക്ക് തന്നില്ലല്ല. നാളെ അല്ല, ഇത്രയും 64 പപ്പടം ഉണ്ടായി. എല്ലാം ഞാൻ നിനക്ക് വിറ്റ് തന്നു. എല്ലാം വിറ്റ് തന്നിട്ട് ഒരു പപ്പടം ചേട്ടന് കൊണ്ടുപോയി കഴിച്ചു നോക്ക്, വേണോ എന്ന് ചോദിച്ചാ. ഫോൺ പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഇല്ല, ആദ്യമായിട്ടാണ് ഫോൺ പൊട്ടിക്കുന്നത്. ഫോൺ കണ്ടിട്ടുണ്ട്, കയ്യിലെടുത്തിട്ടുണ്ട്, അല്ലാതെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. പുതിയ ഫോൺ ആദ്യമായിട്ടാണ് പൊട്ടിക്കുന്നത്. പപ്പടം വേണ്ട. ഒരു ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? അതായത് എന്റെ കയ്യിൽ 3 കളറിലുണ്ട്. ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്, മഞ്ഞയുണ്ട്. അപ്പൊ ഇതിൽ 3 കളറിൽ 3 പ്രൈസാണ് ഉള്ളത്, പൈസ. അപ്പൊ അതിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏത് കളർ വേണം സെലക്ട് ചെയ്യാം. അപ്പൊ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ പൈസ നിങ്ങൾക്ക് കിട്ടും. ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെലവാക്കണം. ഇപ്പൊ തന്നെ അത് ചെലവാക്കി തീർക്കണം. ഓക്കെ ആണോ? പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൈസയുടെ ഇരട്ടി പൈസ നിങ്ങൾക്ക് കിട്ടും. അതാണ് ചലഞ്ച്. ഓക്കെ, ഫോണുണ്ടോ? ഫോണില്ല, അപ്പോൾ പൈസ കിട്ടില്ല. അപ്പോൾ ഇത് കിട്ടും, ഇതിലുള്ള പൈസ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്തോ. ഓറഞ്ച്. ഓക്കെ, 5000 രൂപയാണ് ഇട്ടിരിക്കുന്നത്. ഈ 5000 രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പോണു? ഈ 5000 രൂപ എന്ന് പറഞ്ഞാൽ 5000 രൂപ പൈസയാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. 5000 രൂപ പൈസ. ഈ 5000 രൂപ പൈസ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും? സ്റ്റഡാ? ഒരു സ്റ്റഡ് മാത്രമേ? സ്വർണ്ണോ? സ്വർണം കിട്ടും 5000 രൂപയ്ക്ക്? എന്നാ പോവാം സ്വർണം മേടിക്കാൻ. സ്വർണം മേടിക്കാൻ പോവാം. ഇപ്പൊ വരണം. അത് ഞാൻ കൊണ്ടുപോയിക്കോളാം. സ്വർണം മേടിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്വർണം മേടിക്കാം. പക്ഷെ ഇപ്പൊ വരണം. വന്നിട്ട് ഈ സ്വർണം നിങ്ങൾ മേടിച്ചെടുക്കണം. ഇഷ്ടമുള്ള മേടിക്കണം. വേണ്ടേ? ആ, പേടിയെന്ന് വെച്ചാൽ എന്തിന്? തട്ടിക്കൊണ്ടു പോന്ന? നിന്നെ തട്ടിക്കൊണ്ട് പോകണ എന്തിന്? എന്നെ കണ്ടിട്ടുണ്ടോ? നീ ഓട്ടോയിൽ വന്നാൽ മതി. വരുമോ? എവിടെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ട സ്വർണ്ണക്കട നീ കൊണ്ടുപോയിക്കോ. നമുക്ക് അറിഞ്ഞുകൂടാ. നിനക്ക് ഇഷ്ടപ്പെട്ട കടയിൽ വെക്കോ. ഏത് സ്വർണ്ണക്കടയിൽ വേണമെങ്കിലും നീ കൊണ്ടുപോവാ. മംഗലാപുരത്താ? ഇവിടെ തൊട്ടടുത്തെങ്കിലും സ്വർണ്ണക്കട പറ. പപ്പടം വെക്കാൻ. നമുക്കൊരു ഓട്ടോ കയറിയിട്ട് നീ ഒരു ഓട്ടോയിൽ നീ മാത്രം വാ. നമ്മൾ വേറെ വണ്ടിയിൽ വരാം. നമ്മുടെ ഓക്കെ ആണോ? നിന്നെ തട്ടിക്കൊണ്ടുപോയി നിന്റെ കിഡ്നിന്ന് എടുത്തോണ്ട് പോകില്ല. വാ, അമ്മയടുത്ത് പോയി പറയാം. വാ, ഇങ്ങനെ പേടിക്കല്ലേ കേട്ടാ. അച്ഛൻ പേടിക്കണം കേട്ടാ. 5000 രൂപയ്ക്ക് ഫോൺ കിട്ടുമോ? എനിക്ക് അറിഞ്ഞൂടാ. ഈ 5000 രൂപ നിനക്ക് ചെലവാക്കാൻ പറ്റുള്ളൂ. എന്നാ ഫോൺ മേടിക്കാം. എന്നാ വാ, ഫോൺ മേടിക്കാൻ പോ. അമ്മയുടെ അടുത്ത് പോ. അമ്മ നമസ്കാരം. പേരെന്താണ്? ശാന്തി. മോളെ പേരെന്തോന്നു? അശ്വതി. അപ്പൊ മോളൊരു ചലഞ്ചിൽ പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ട് പൈസ കിട്ടി. 5000 രൂപ പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷെ 5000 രൂപ പൈസ ആയിട്ട് കിട്ടൂല. 5000 രൂപ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ത് വേണം മേടിക്കാം. അത് നമ്മൾ കൂടെ പോകും. എന്ത് വേണം അവൾക്ക് മേടിക്കും. ഇപ്പൊ അമ്മയ്ക്കും കൂടെ വേണമെങ്കിൽ വരാം, അവൾ ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെ വേണം വരാം. അപ്പൊ ഈ 5000 രൂപ പൈസ ആയിട്ട് കിട്ടൂല. സാധനമായിട്ട് അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും തുണി മേടിക്കാം, സ്വർണം മേടിക്കാം, മൊബൈൽ മേടിക്കാം, എന്ത് വേണം വാങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ആഗ്രഹത്തിലാണെങ്കിലും നമ്മള് കൂടെ നിൽക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ അവള് ആദ്യം പറയണ അവൾക്ക് കമ്മൽ വേണമെന്നാണ്. പക്ഷെ കമ്മൽ മേടിക്കാൻ അവൾക്ക് നമ്മളിവിടെ വരാൻ ഒരു പേടി. അപ്പം അവള് പറഞ്ഞു മൊബൈൽ മതിയെന്നു.
അവക്ക് എന്തുവാണോ മേടിക്കുക അത് അമ്മയ്ക്ക് എന്താണ് ആഗ്രഹം? എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ മതി. അപ്പൊ അമ്മയും കൂടെ വരണമെങ്കിൽ വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് വരേണ്ടത്. അല്ലെങ്കിൽ അവള് ഓട്ടോയിൽ വരട്ടെ, നമ്മളെ കൂടെ വന്നാൽ മതി. നമ്മൾ കൂടെ വരാൻ പേടിയാണെങ്കിൽ ഓട്ടോയിൽ വന്നാൽ നമ്മൾ പൈസ കൊടുത്തോളാം. അപ്പൊ നിങ്ങൾക്ക് അത് പേടിയാണെങ്കിൽ ഒരു ഓട്ടോ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞൊരു ഓട്ടോയ്ക്ക് വരാം. എന്താണ് വേണ്ടത്? മൊബൈലാണോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് ആലോചിക്കും. സ്വർണം വാങ്ങിച്ചാൽ മതി, മേക്കാതെ മേടിച്ചു കൊടുത്തത്. മുകളിലത്തെ സെറ്റ് ഡയമണ്ട് വേണോ? കിട്ടൂലേ ഡയമണ്ട്? മുമ്പ് കിട്ടുമായിരുന്നല്ലേ? ചെറിയ ഡയമണ്ട് കിട്ടും. വേണ്ട, ഇഷ്ടമുള്ള മേടിച്ചോളൂ. അമ്മ ഹാപ്പിയാണോ? പക്ഷെ അവള് കുത്തിയിട്ടുണ്ടല്ലോ, സ്വർണ്ണമാണോ? 30 രൂപ. അപ്പൊ നിങ്ങളുടെ വീട് എവിടെയാണ്? തോന്നക്കൽ ഗ്രാമപഞ്ചായത്തിലുള്ള. ഓരോ അരിയും പറക്കിയെടുത്തവരാണ് പഞ്ചായത്തിലുള്ള. മലയാളിയാണോ? നമ്മള് തമിഴാണ്. നമ്മള് വന്ന് ജനിച്ചത് വളർന്നൊക്കെ ഇവിടെ തന്നെ. നമുക്ക് വോട്ട്, ആധാർ, റേഷൻ കാർഡ് എല്ലാം ഇവിടെ തന്നെ, കേരളത്തിൽ തന്നെ. കുട്ടിയുടെ അച്ഛൻ ഉണ്ട്, ജോലിക്കൊക്കെ പോവും. പോയാലും ഇല്ല, പണിയെടുക്കാൻ വെള്ളാനാണല്ലേ? പണിക്കൊക്കെ പോവും, പോയിട്ടും ഒരു പ്രയോജനം ഇല്ല. നമ്മള് ഒറ്റ വരുമാനത്തിലാണ്. പിന്നെ എന്റെ മോൻ നിക്കണത് അങ്ങ് പാലക്കാട്ടിലാണ് ജോലിക്ക്. ഇപ്പൊ ജോലി പഠിച്ച് കയറിയതേ ഉള്ളു, ഇതുവരെ ശമ്പളം കിട്ടാറായില്ല. അങ്ങനെയൊക്കെ കുടുംബം പോണം, ജീവിതം പോണല്ലേ. ഇപ്പം പപ്പട കച്ചവടമാണല്ലേ? ഇപ്പൊ പപ്പട കച്ചവടം. എത്ര രൂപ പപ്പടത്തിന്? ഒരു പപ്പടം 50 രൂപയാണ്. 50 രൂപ. അമ്മയും കൂടെ പറഞ്ഞേ, ഇത്രേ ഉള്ള പപ്പടം ഇല്ല, അതാ സഞ്ചിയിലുണ്ട്. നമ്മളിപ്പോ അമ്മയും കൂടെ വരുവോ? മോക്ക് എന്താ വെച്ചാ വാങ്ങാൻ വരുവോ? സന്തോഷാവട്ടെ. ഒരു ദിവസം പപ്പടം പറ്റി എത്ര രൂപ കിട്ടും? ഒരു ദിവസം ലാഭം നമുക്ക് എടുക്കണതനുസരിച്ച്. നിങ്ങൾ ഉണ്ടാക്കണ പപ്പടോ? അല്ല, നമ്മള് പോത്തൻകുട്ടി ഇരുന്ന് വാങ്ങിക്കണം. നമ്മളെ വീട്ടിൽ കൊണ്ടുപോകില്ല, അമ്പലത്തില് നമ്മളെ വീട്ടിൽ കൊണ്ടുവരും. കൊണ്ടുവന്ന് നമ്മള് വാങ്ങിച്ച് കച്ചവടം ചെയ്യണം. ഇതില് നമുക്ക് അത്രയും വിറ്റാൽ ലാഭമുണ്ട്, വിറ്റില്ലെങ്കിൽ ലാഭമില്ല. എത്ര പപ്പടം ഉണ്ട് ഇവിടെ? നമ്മളിപ്പോ കുറച്ച് പപ്പടം ഉണ്ട്. എത്രയുണ്ട്? നമ്മൾ എണ്ണിയില്ല. നമ്മള് 15 കിലോ ആണ് കൊണ്ടുവന്നത്. 15 കിലോയാ? 15 കിലോ. അതിൽ കുറച്ചുണ്ട്. 15 കിലോ എത്ര പാക്കറ്റ് വരും? 60-70 ഒക്കെ വരും. 60-70 ഒക്കെ വരും. നമ്മളെന്നെ ഈ അമ്പലം പിരിയണവരെ നിക്കും. എന്നിട്ട് ഇങ്ങോട്ടൊക്കെ ചെന്ന് കച്ചവടം ചെയ്തിട്ട് വീട്ടിൽ പോകും. 4 പിള്ളേരുണ്ട്. പിന്നെ പിള്ളേർക്ക് പഠിക്കാനൊക്കെ കൊടുക്കണ്ടേ, ഫീസൊക്കെ കൊടുക്കണ്ടേ. ഒരുത്തൻ പോണ് പഠിക്കാൻ, അവനും പഠിച്ചോണ്ട് തന്നെ ഇരുന്നത്. അപ്പൊ ഇപ്പൊ ഒരു ചെറിയ വെള്ളം വണ്ടി പോണ്. കിട്ടണ ശമ്പളം പോലെ കൊണ്ടുതരും വീട്ടിൽ. അല്ലാതെ നമുക്ക് വീട് പോലും വാടകയ്ക്ക് കിട്ടാനില്ല. നമ്മള് വാടകയ്ക്കാണ് കിടക്കുന്നത്. ഇപ്പൊ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. നമ്മളിപ്പോ ഒരു വീടൊക്കെ അന്വേഷിച്ചോണ്ട് ഇരിക്കണം, വാടകയ്ക്കൊക്കെ. അപ്പൊ പോവാം, മേക്കാതെ കുത്താൻ പോവാം. എന്താണ് സന്തോഷമാണോ മേക്കാതെ കുത്താൻ? എന്താണ് അതങ്ങനെ പേടിയാവണം? എന്തിന് കൊണ്ടുപോയി നിന്റെ കിഡ്നി അടിച്ചു മാറ്റും വിചാരിച്ചാ? നിന്റെ കിഡ്നിയൊക്കെ നമ്മള് എടുത്ത് കൊടുക്കും, വിൽക്കും. അങ്ങനെ നമ്മൾ ചോദിച്ചാ നമ്മൾ പേടിക്കണ്ടെന്നല്ലേ പറയുള്ളൂ. നമ്മൾ തന്നെ ചോദിക്കണ. നാട്ടുകാരത്തെ ചോദിച്ചത് ആ പയ്യനോട് ചോദിച്ചു, അറിയാമോ? അമ്മേരിച്ച് പേര് കണ്ടോ? നിങ്ങൾക്ക് അറിഞ്ഞൂടന്നേ ഉള്ളൂ, അവർക്കൊക്കെ അറിയാം. ഹായ്, ഹോട്ടലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വർണ്ണക്കടയിൽ പോവാം. നമുക്ക് അതിന് സ്വർണ്ണക്കട ചോദിച്ചു നോക്കാം. ഇവിടെ സ്വർണ്ണക്കട മണിപ്പോ എത്താൻ പോണു. ശരി, അനുഗ്രഹം ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടി. അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ മുന്നിൽ നിന്നല്ലേ നമ്മൾ ചെയ്യണത്. ദൈവത്തിന്റെ മുന്നിൽ നിന്ന് എനിക്കൊരു വഴി കേട്ടി, എനിക്ക് എന്റെ മോക്കും. നമ്മളിവിടെ അമ്പലം എങ്ങനെയാ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താണ് പറയാനുള്ള? പറഞ്ഞോ. ഈ സമ്മാനം കിട്ടില്ല, എന്താണ് നിന്റെ അഭിപ്രായം? ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചാ? കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഏറ്റവും ആഗ്രഹം എന്താണ്? ഈ ഒരു പൈസ നിനക്ക് 5000 രൂപ കിട്ടി. അപ്പൊ നീ എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണമെങ്കിൽ നിനക്ക് 5000 എന്നുള്ളത് 10000 ആയിട്ടാണ് കിട്ടേണ്ടത്. പക്ഷെ ഫോണില്ലല്ലോ. ഫോണിൽ അക്കൗണ്ട് ഉണ്ട്. എന്നാ കാണിച്ചെവിടെ? അതെങ്ങനെ? നിനക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? എന്നാ ഇൻസ്റ്റാഗ്രാം പറ. നീ ഫോളോ ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ 5000 എന്നുള്ളത് 10000 രൂപ കിട്ടും. ഓക്കെ, ഇൻസ്റ്റാഗ്രാം സെർച്ച്.
അങ്ങനെ എന്റെ പാസ് അടിക്കണം. പാസ്സല്ല, നിന്റെ അക്കൗണ്ടിന്റെ പേരറിയാമോ? ഓ. ആ പേര് ഇതിൽ സെർച്ച് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇപ്പം ഇരട്ടി പൈസയാണ് കിട്ടാൻ പോണത്. ഒരു ഫോളോ ബാക്ക് അതിൽ വന്നാൽ മതി, നിനക്ക് ഇരട്ടി പൈസ. ജസ്റ്റ് മിസ് ഇതാ ഫോളോ ചെയ്തിട്ടില്ല. ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഫോളോ നീ എന്നോട് ചെയ്തിട്ടില്ല, കാരണം നിനക്ക് എന്നെ അറിഞ്ഞൂടല്ലോ. അപ്പൊ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 5000 എന്നുള്ളത് 10000 ആവും. ഫോളോ ചെയ്തിട്ടില്ല, അപ്പൊ നിനക്ക് 5000 കിട്ടുള്ളൂ. അപ്പൊ ഈ 5000 നിനക്ക് അത് തന്നെ മതി, ധാരാളം. ഓക്കെ, അപ്പോഴേ ഇതിൽ സ്വർണം തന്നെയാണോ നിനക്ക്? അതെ. ഓ, നമ്പർ ഇൻസ്റ്റയിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. ഞാൻ അടിച്ചോളാം. വാട്സപ്പ് ചെയ്താൽ അല്ല, വാട്സപ്പ് ചെയ്താൽ അത് നോക്കണം. അപ്പോഴേ അപ്പൊ നീ സ്വർണം എന്ന് പറഞ്ഞല്ല, ഈ സ്വർണം അല്ലാണ്ട് നിനക്ക് എന്താണ് ആഗ്രഹം? ഫോണ്. ഏതെങ്കിലും ഒന്ന് ഉറപ്പില്ല, ഫോണ് വേണോ സ്വർണം വേണോ എന്ത് വേണം? നിന്റെ ആഗ്രഹമാണ്. അമ്മയെ നോക്കണ്ട, അമ്മയെ നോക്കണ്ട. സ്വർണം അതിപ്പോ അമ്മമാര് സ്വർണം എന്നേ പറയുള്ളൂ, സ്വർണ്ണം അല്ലേ വലുതെന്ന് പറയും. പക്ഷെ അതല്ല, നമുക്ക് സ്വർണ്ണം പോയി നോക്കാം. സ്വർണ്ണം കിട്ടിയില്ലെങ്കിൽ ഫോൺ. സ്വർണം കിട്ടില്ല, കിട്ടില്ല. ഇപ്പൊ വില കൂടുതലല്ലേ സ്വർണ്ണത്തിന്? ആ ഫോണിനാ? അല്ല, സ്വർണത്തിന് ഇപ്പൊ ഭയങ്കര വിലയാണ്. അതാണ്, നമുക്ക് നോക്കാം. ഓ, സ്വർണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫോൺ. ഓക്കെ, ശരി. വാ. ഇങ്ങനെ കുറെ ആൾക്കാർക്ക് അങ്ങനെ കൊടുത്തു. പിന്നെ നമ്മള് പൈസ കഴിഞ്ഞ് എണ്ണാൻ കൊടുക്കും, അതറിയാമോ? ഓ, പൈസ പൈസ എണ്ണ വെക്കും. നിങ്ങൾ എവിടെയുള്ള? നമ്മളിവിടെ തന്നെ. നിങ്ങൾ ഇവിടെ ഒന്ന് ഇപ്പോഴാണോ? എല്ലാവർക്കും അറിയാം. അമ്മ ഓരോ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? എന്നെ അറിയാമോ? കണ്ടിട്ടുണ്ട്. പേരറിയാമോ? സൂരജ്. അമ്മയ്ക്ക് അറിയാം. കാണാറുണ്ടോ? ഓക്കെ. എല്ലാവർക്കും അറിയാം. ഇല്ല, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. മൊബൈലിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ മാഡത്തിന്റെ അടുത്ത്. ഞാൻ ചേട്ടനെ എല്ലാരും കൊണ്ട് ഫോളോ ചെയ്തിട്ട്. ഓക്കെ, ഫോളോ ചെയ്യിപ്പിക്കോ? ഉറപ്പാണോ? വീട്ടിനടുത്ത് കുറെ പേരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എല്ലാരും കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കണം. ഇൻസ്റ്റൈഡ് നോക്കട്ടെ. സൂരജ് ഉണ്ടോ? ഇത് എണ്ണ കൊടുക്കണം കേട്ടോ. എണ്ണ കൊടുക്കണം. ഒരു എണ്ണൂലേ? അവരെണ്ണി എടുക്കും പൈസ. എണ്ണി കറക്റ്റ് ഉണ്ടെങ്കിൽ അത്രയും കൊടുക്കും. അത്രയും പൈസ കൊടുക്കും. പൈസ ഒക്കെ വാരി കൊടുക്കും. 5000 കിട്ടിയ 5000 രൂപയില് നമുക്ക് എന്ത് വേണോ വാങ്ങാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവള് പറഞ്ഞ സ്വർണം വേണോ? മൊബൈൽ എടുക്കട്ടെ കേട്ടാ. മൊബൈലാ? ഓ, സ്വർണം കിട്ടൂലേ ഇപ്പൊ? സ്വർണം പൊടി. നീ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും സ്വർണത്തിന്. നീ ഫോൺ 5000 രൂപ കിട്ടുമോ? ഓ, കിട്ടും. സ്വർണം നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ഫോണില്ല. അത് തന്നെ, നമുക്ക് ഫോണില്ല. ഈ കളിയാക്കണം, നാണക്കേടെന്ന്. 2000-ന്റെ ഫോൺ. 2000-ന് ഫോണോ? അത് ഉണ്ടായിരുന്നു. ഓക്കെ, ഫോൺ ചോദിച്ചോളൂ. ഞങ്ങളെ പപ്പടം വീട്ടിൽ എങ്ങനെയെങ്കിലും ചോറ് കറി വെച്ച് തിന്നാൻ നോക്കണം. അതിനിടയ്ക്ക് ഫോൺ മേടിക്കണമെന്ന് പറഞ്ഞാ നമുക്കൊരു പപ്പടം വിറ്റ് കൊടുക്കാം. പപ്പടം വിറ്റ് കൊടുക്കാം. ധൈര്യമുണ്ടോ? നമ്മളവിടെ വണ്ടി വരാൻ ധൈര്യമുണ്ടോ? കാറില് കൊണ്ടുപോകും, കിഡ്നിയൊന്നും അടിച്ച് മാറ്റൂല. ഇതേപോലെ വേറെ ആരെങ്കിലും വന്ന പൊക്കിളല്ലേ? എന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് പേടിക്കണം. കാരണം നിങ്ങൾ വേറെ നാട്ടിൽ നിന്ന് വന്നാൽ ഇപ്പോഴത്തെ കാലത്തില് പെട്ടെന്ന് ഒരാളുടെ കൂടെ പോവാൻ ആർക്കായിരുന്നാലും പേടി കാണും. അതെ, ചിലപ്പോ ഇങ്ങനെ വല്ല മുട്ടായൊക്കെ വെച്ചിട്ട് വീട്ടില് ബുദ്ധിമുട്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളാണ്. നമുക്ക് വാടക കൊടുക്കണതിന് ഒരു മാസം എന്തായാലും പാടുപെട്ടാണ് നമ്മൾ കൊടുക്കണത്. പിന്നെ ഇതൊക്കെ ഫീസ് അടങ്ങണം. മറ്റേ മോനെ ഇവിടെ +2 പഠിക്കണ. എന്റെ മോൻ പഠിക്കണത് കോയമ്പത്തൂരിലാണ്. ഹ്യൂമാനിറ്റീസ് പഠിക്കാനാ? കമ്പ്യൂട്ടർ സയൻസ് എടുത്തോണ്ട് പാട് പഠിക്കാൻ. ഇപ്പൊ ഫോണില്ല. ഇത്രയും ദിവസം പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഫോണില്ല. വരാനൊക്കെ സന്ധ്യയൊക്കെ ആവണ്.
നേരെ 7 മണി ചിലപ്പോ 7:30 ആവും വരാൻ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പേടി കാരണം കൊണ്ട് അവള് ആക്കിയില്ല. അടുത്ത് പിന്നെ ഇനി വരുമ്പോ എന്തൊരു ഇഷ്ടമാണോ അവള് അത് പഠിക്കാന്ന് പറഞ്ഞ്. പിന്നെ എന്റെ മോനെ ഇപ്പൊ പഠിപ്പിച്ചതേ ഉള്ളു മൂത്ത. അതായത് നിങ്ങൾ ഇത് വിറ്റിട്ടാണ് ജീവിക്കണല്ലേ? എന്റെ കുടുംബം ഈ ഒറ്റ വരുമാനം. പണ്ട് ഞങ്ങൾ ഇത് വിൽക്കാൻ പോകില്ല, വെറുതെ വീടുകളിൽ പോകും. അപ്പൊ ഇങ്ങനെ ഒരു തുടങ്ങി, വെറുതെ കൈനീട്ടി പൈസ മേടിക്കണ്ടല്ലോ, ഒരു പപ്പടം വിറ്റെങ്കിലും പൈസ മേടിക്കാമല്ലോ. അങ്ങനെ നിങ്ങൾ ഒരു ജീവിത വരുമാനത്തിന് വേണ്ടിയിട്ടാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പപ്പടം വിൽക്കുന്നത്. അപ്പം ഇപ്പൊ ഒരു പ്രൈസ് അടിച്ചപ്പോ നിങ്ങൾ സ്വർണത്തിലോട്ട് പോയി, അതുകൊണ്ടാണല്ലേ? അതൊരു സാധനമല്ലേ? അപ്പൊ അത് ഒരു ആശുപത്രി കേസ് വന്നാലും നമുക്ക് പണയം വെച്ചിട്ട് ചെയ്യാം. പക്ഷെ ഫോണില്ലാന്ന് ഒരു ചേട്ടൻ വന്ന് നിങ്ങളെ കളിയാക്കിയപ്പോ അതാണ് നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഇല്ല, പിന്നെയാണ് ഫോൺ എന്നല്ലേ? ഫോൺ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന നമുക്കാര് പ്രശ്നം തരും. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മുടെ കുടുംബമൊക്കെ കഴിഞ്ഞു പോണത്. എന്റെ മക്കളൊക്കെ പഠിച്ച് അതിന് ഒരു ജോലിയൊക്കെ കിട്ടി നമ്മളൊരു നിലയിൽ വന്നാലേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ അവന്മാർക്ക് അതാണ് ആഗ്രഹം. നമ്മള് എന്ന് ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, നമ്മളൊരു നല്ല നിലയിൽ എത്തണം. വളരെ സന്തോഷം. മോനാണ് എന്റെ മോന് മുക്കോല ക്ഷേത്രത്തിൽ. എന്റെ പേരറിയാമോ? എന്താണ്? ഞാൻ അങ്ങനെ ഒരുപാട് കാണാറില്ല, പക്ഷെ മോൻ്റെ ഇത് കാണും, ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു മോനാണ്. ഓക്കെ, ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ. അതെ, ഇപ്പൊ പേടി മാറിയോ? എന്നെ മനസ്സിലായി, നാട്ടുകാർക്ക് അറിയാം. ഇവിടെ എന്താ ഇത്രയും പ്രായമുള്ള അമ്മമാർക്ക് വരെ എന്നാ അറിയാം. എന്തെന്ന് പറഞ്ഞാലേ ഇപ്പോഴത്തെ കാലത്തില് ഓരോരുത്തർ അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് പെട്ടെന്ന് ഒരു പേടിയാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ കാലം നമ്മൾ വേറെ ആരെയും വിശ്വസിക്കാത്ത കാലമാണ് ഇപ്പൊ. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ അറിയാത്തോണ്ടല്ല പറഞ്ഞത്, തെറ്റായിട്ടും അല്ല പറഞ്ഞത്. സോറി. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് നമ്മൾ അറിഞ്ഞൂടല്ലോ, അറിയാൻ. പിന്നെ നിങ്ങൾക്ക് മൊബൈലില്ല. നമ്മള് കണ്ടല്ലേ ഇതുപോലെ അമ്മ, നമ്മളിവിടെ ഈ പരിസരത്തുള്ള, അല്ലെങ്കിൽ നമ്മളിവിടെ ദിവസം കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും. ഞാൻ തമിഴ് വന്നതാ, അറിയാൻ പറ്റും. അല്ലാണ്ട് ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ്. അതിന്റെ അകത്ത് ഇപ്പൊ നിങ്ങൾക്ക് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് അത് അറിഞ്ഞൂടാ. ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് റീൽ ഇടുന്നത് അതൊക്കെ കാണുന്നില്ലല്ലോ, അത് വേറൊരു ലോകത്തുള്ള. എന്റെ പേരെന്തോന്നു? സൂരജ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പാവം തന്നെ അയ്യോ, പാവമാണ്. ഞാൻ എപ്പോഴും കാണും. പിന്നെ എനിക്ക് മൊബൈലിൽ ഒന്നും എടുക്കാൻ അറിഞ്ഞൂടാത്തോണ്ട് ഇങ്ങനെ നോക്കുമ്പോ മോന്റെ ഓരോ പ്രോഗ്രാം കാണുന്നത് ഞാൻ കാണും. എന്റെ വീട് പഴഞ്ചിറ ക്ഷേത്രത്തിന്റെ അമ്പലത്തറ, മറ്റേ സുഖായിരിക്കണം. ശരി മക്കളെ, ശരി. ഓക്കെ, ഇപ്പം കുറച്ചുകൂടെ പേടി മാറിയല്ല. അമ്മ അമ്മേരെ പൈസ താഴെ പോയതാ. പപ്പടം കൂടെ എടുക്കട്ടെ. അപ്പൊ ഈ ഒരു പൈസയിൽ 5000 രൂപ പൈസ അവൾക്ക് കിട്ടി. അപ്പൊ ആ കിട്ടിയതിൽ അവൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്താ എടുക്കണമെന്നുള്ളത്. അപ്പൊ ആദ്യം സ്വർണം പറഞ്ഞു, ഒരു കമ്മൽ വേണമെന്ന് പറഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മൊബൈൽ വേണമെന്ന് പറഞ്ഞ്. അപ്പം മൊബൈൽ ഇല്ലാത്തതിൽ ചെറിയ 2-3 കളിയാക്കളൊക്കെ ഇവിടെ നടന്ന്. അപ്പൊ എല്ലാം കൊണ്ട് അവൾക്ക് അത്യാവശ്യം മൊബൈൽ എന്നാ പറഞ്ഞത്. പക്ഷെ അതിനെക്കാട്ടി ആഗ്രഹം കമ്മലുമാണ്. രണ്ടും ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ രണ്ടും നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്പൊ മൊബൈലിൽ ലാസ്റ്റ് എത്തി നിൽക്കുകയാണ്. മൊബൈൽ മതിയല്ല? മൊബൈൽ മതി. ഓക്കെ അമ്മ, മൊബൈൽ മതി. അപ്പൊ അമ്മയ്ക്ക് നമ്മളെ കൂടെ വരാമല്ലോ, രണ്ടുപേരും കൂടെ വരാമല്ലോ, പേടിയൊന്നുമില്ലല്ലോ. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ കുറെ പപ്പടം ഉണ്ടല്ലേ, ആ പപ്പടം വിൽക്കാനാണ് ഇപ്പൊ ഇവിടെ വന്നത്. അപ്പൊ ഈ പപ്പടം കൂടെ നമുക്ക് വിൽക്കാം. വിറ്റ് തരട്ടോ? ആളില്ല, അതൊക്കെ നമുക്ക് വിൽക്കാം. ഈ പപ്പടം നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? ഒരു പപ്പടം 50 രൂപയ്ക്ക് പപ്പടം വിൽക്കണേ. വിളയും പോട്ട് ഭയങ്കര സൗണ്ട്. അപ്പം 50 രൂപയ്ക്കാണ് ഒരു പപ്പടം ഇവിടെ വന്ന് വിൽക്കുന്നത്. എന്നും വിൽക്കുന്നുണ്ട്. കരിക്ക ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് വിൽക്കുന്നത്. ചൊവ്വാഴ്ച വരും, വെള്ളിയാഴ്ച വരും, ഞായറാഴ്ച വരും. കരിക്ക ക്ഷേത്രത്തിന്റെ ഫ്രണ്ടില്. അപ്പൊ എന്നും പൈസക്ക് വിൽക്കണം പപ്പടം. ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് വിൽക്കാം പപ്പടം. ആ പൈസ ഞാൻ തരും. പപ്പടം എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിക്കോ? പപ്പടാണോ? വാ, നിങ്ങളെ കൂടെ. അമ്മയ്ക്ക് സന്തോഷമാണ്, മോക്ക് മാത്രം സന്തോഷമായ പോരാ, അമ്മയും സന്തോഷമാണോ? 11, 12.
36, 37, 38, 39, 40, 42, 43, 44, 45, 46, 47, 48, 49, പൈസ എടുത്തോ 50, 40, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64 കവർ പപ്പടം. 64 കവർ പപ്പടം. ഓക്കെ, അപ്പൊ പപ്പടം വാരിട്ടോ. പടക്കം പൊട്ടി, വെടി വന്നു. ഐശ്വര്യം 64 അല്ലേ? ഓക്കെ, വാരിട്ടോ. അപ്പൊ പപ്പടം നീ എടുക്കാൻ പറ്റുമോ നിനക്ക്? കയ്യിൽ ഒക്കത്തെടുത്ത് വെച്ചോ. കൊച്ചിനെ എടുക്കൂലേ അതേപോലെ ഒക്കത്തെടുത്ത് വെച്ചോ. മൊത്തം സഞ്ചോടെ എടുത്തോ. സഞ്ചോടെ എടുക്കാൻ പറ്റുമോ? അമ്മ എടുക്കും. അമ്മ എടുക്കും. ഓക്കെ, അപ്പൊ നമ്മള് പപ്പടം എല്ലാവർക്കും കൊടുക്കണം ഫ്രീ ആയിട്ട്. എവിടെ നിന്ന് തുടങ്ങണം? ഫസ്റ്റ് ചേച്ചി കൊടുക്കും. ഐശ്വര്യമായിട്ട് പപ്പടം. ഓക്കെ, ഇവിടെ കൂടെ പപ്പടം. ഇതാ അമ്മയ്ക്കും കൂടെ കൊടുത്തു പപ്പടം. വാ ഇനി വാ നമുക്ക് പപ്പടം സാമ്പിൾ പപ്പടം. പൈസ വേണ്ട, ഇന്നവര് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ബാ പപ്പടം. ഒരു ഫ്രീ ആയിട്ട് ഒരു പപ്പടം കിട്ടിയ ഒരു താങ്ക്സ് പറയാൻ ചേട്ടാ. താങ്ക് യു. വാ കൂടെ വാ. ആർക്ക് കാണോ? പൈസ വേണ്ട, ഫ്രീ ആയിട്ട് പപ്പടം പൊരിച്ചൊക്കെ തിന്ന്. അവരിന്ന് ഫ്രീ ആയിട്ടാണ് കൊടുക്കണത്. പപ്പടം പൈസ വേണ്ടെന്ന്. ആ അതാണ്, ഇന്ന് നമ്മൾ ഫ്രീ ആയിട്ട് പപ്പടം കൊടുക്കും. എല്ലാവർക്കും ഫ്രീ ആയിട്ട് പപ്പടം. ആട്ടക്കാർക്ക് മാമനും പൈസ വേണ്ട. പപ്പടം വീട്ടിൽ പോയി പൊരിച്ച് തിന്നു. ഇന്ന് ഫ്രീ ആയിട്ടാണ് ഇവര് പപ്പടം കൊടുക്കണം. വേണ്ട പപ്പടം വേണ്ടേ? വാങ്ങിച്ചോ. നമ്മള് വരും. ഫ്രീ ആയിട്ട് പപ്പടം. ഇന്ന് ഫ്രീ ആയിട്ട് അവരൊന്ന് ഫ്രീ ആയിട്ടാണ് പപ്പടം കൊടുക്കണം. പൈസ വേണ്ട, ഫ്രീ ആണ് പപ്പടം. ഒരു പപ്പടം എടുത്തോ. അവിടെ ഒരു പപ്പടം കൊടുത്തോ ഫ്രീ. ഓക്കെ, പോട്ട്. ഓക്കെ, താങ്ക് യു. അവിടെ പപ്പടം കൊടുത്തോ, ഫ്രീ ആയിട്ട് പപ്പടം കൊടുത്തോ. ഓക്കെ, ഇനി ഇവിടെ പപ്പടം ആരും തിന്നില്ല എന്ന് വേണ്ട അല്ലേ? ആ പപ്പടം ഫ്രീ ആയിട്ട്. പൈസ വേണ്ടേ? ഫ്രീ ആയിട്ട് എന്നാലും വേണ്ട പപ്പടം. പൊരിച്ച് തിന്നാം, ഫ്രീ ആയിട്ട് തിന്നാം. അമ്മ അവിടെ അമ്മയ്ക്ക് പപ്പടം. അവിടെ കൊടുത്തോ. ഫ്രീ ആയിട്ട് ഇന്ന് ഫ്രീ ആയിട്ടാണ് പപ്പടം. അതെ, സന്തോഷം. ഓക്കെ, ഫ്രീ ആണ്. ഒരെടുത്തോ, ഫ്രീ. എന്നാ അവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്തോ. വാ നില്ല് വാങ്ങിച്ചോ, കൊടുത്തോ. ഒന്ന് ഇവിടെ ഇതാ. വീട്ടിൽ പോയി പൊരിച്ചിട്ടുണ്ടോ? ഫ്രീ ആയിട്ട് പപ്പടം. നാളെ തൊട്ട് ഇവിടുന്ന് പൈസക്ക് വാങ്ങണം കേട്ടോ. ഓ, ടാറ്റ. ഫ്രീ ആയിട്ട് പപ്പടം. കണ്ടല്ലോ. ഇപ്പൊ ഞാൻ തിരക്കിലാണ്, പിന്നെ കാണാം. ഇപ്പൊ ഷൂട്ടിലാണ് കേട്ടാ. കാണാം. വാ. എന്നാ ഒരു 2 പപ്പടം കൊണ്ടുപോകും. ഒരു പപ്പടം വെച്ചോ. സാമ്പിൾ പപ്പടം. നാളെ അടുത്തേ ഞങ്ങളുടെ വകയല്ല, അവരെ വക തന്നെ. അപ്പൊ നാളെ തൊട്ട് ഇവിടെ അമ്പലത്തിൽ വരുമ്പോ ഇവിടുന്ന് പപ്പടം വാങ്ങിച്ചു കൊണ്ടാ വരുന്നത് കേട്ടോ. ഓക്കെ, പൈസ കൊടുക്കണ്ട. ഇന്ന് ഫ്രീ. ഇന്ന് മുഴുക്ക് ഫ്രീ ആണ്. ഇന്ന് ഫ്രീ പപ്പടം.
ഇന്ന് ഫ്രീ ആയിട്ട് പപ്പടം തരും. വാങ്ങിച്ചോ. ഓ വീട്ടിൽ പോയി പൊരിച്ച് തിന്നണം. ഓക്കെ താങ്ക്സ്. അവരടുത്ത് പറയണം, അവരാണ് പപ്പടം സ്പോൺസർ. കൊടുത്തു വാ വാ കൊടുത്തോ. പൈസ വേണ്ട, താഴെ പോയ പടം. ഇല്ലല്ല. ഓക്കെ ഓക്കെ കാണാം. അവളാണ് കൊടുക്കണ. വാ നീങ്ങി വാ. വാ ഇനി അങ്ങോട്ട് പോണ്ട. വാ. മാമന് കൊടുത്താ? ഇനി നാളെ ഇവിടെ ഒതുക്കിയിടുമ്പോ ഇവരിന്ന് വാങ്ങണം പപ്പടം കേട്ടാ. ഡെയിലി പപ്പടം വാങ്ങണം. അതെ തന്നെ, പാവങ്ങളാണ് നമ്മളത്. ഫ്രീ ആയിട്ട് പൈസ വേണ്ട. പപ്പടം ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ട് പൊരിച്ചു തന്നെ. വേണ്ട വേണ്ട വേണ്ട. ആ രാജ വന്നോ. എന്തായാലും സന്തോഷം സന്തോഷം. ഒരു ഫോട്ടോ എടുത്തു. എന്റെ 2 എണ്ണം ഉണ്ട്. ശരി. ഹായ് ഡ്രൈവറെ കൊടുത്തോ. ഇനി വാ മോളെ. ഹായ് ഇനി വാ ഇനി വാ. ഇവിടെ പപ്പടം കൊടുത്തില്ല. ആ ഫോട്ടോ എടുക്കാം. പപ്പടം തിന്നുമല്ല, ഉച്ചയ്ക്ക് പപ്പടം കഴിക്കണം എന്നാ. ആ കൊടു. എവിടെയെങ്കിലും വെച്ച് കാണണം. വാങ്ങിച്ചോ. എന്താണെന്ന് പ്രത്യേകത? ഇന്ന് അവരെ പപ്പടം നിങ്ങൾ കഴിച്ചു നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നാളെ വന്ന് വരുന്ന പൈസക്ക് വാങ്ങണം. ഇപ്പൊ പൈസ കൊടുക്കണം. പപ്പട ബിസിനസ് ആണ് അവർക്ക്. എന്നൊക്കെ ഉണ്ട് ഇവിടെ പപ്പടം കൊടുക്കണം? ഞായറാഴ്ച, വെള്ളിയാഴ്ച. എന്തായാലും ഇവിടെ കാണണമെങ്കിൽ വാങ്ങിച്ചോണം. ഓക്കെ അല്ലേ? വാങ്ങുമല്ലോ. ശരി ശരി. ഇതൊക്കെ തീർത്തിട്ട് വരാം. ആ ബാ. സുഖം. ഇവിടെ പപ്പടം. പപ്പടം കൊടുത്തോ. പപ്പടം വാങ്ങിച്ചോ. കൈ അവിടെ ചേച്ചി പപ്പടം വാങ്ങിച്ചോ. പൈസ വേണ്ട, ഫ്രീ ആണ്. ഫ്രീ ആയിട്ടും വേണ്ട. ഓക്കെ. ചിലർക്ക് BP ഷുഗർ. അപ്പൂപ്പ ഫ്രീ ആയിട്ട് പപ്പടം എന്നാ വീട്ടിൽ പോയി പൊരിച്ചിരുന്നോ? പപ്പടം കഴിക്കൂല. ചോറിന്റെ കൂടെ പരിപ്പ് കൂട്ടി കഴിച്ചാണ്ടല്ല, സൂപ്പർ ടേസ്റ്റ് ആണ്. വേണ്ട. ഓക്കെ പപ്പടം കൊടു. ഓ പപ്പടം നമ്മൾ അമ്പലത്തിൽ പറഞ്ഞവർക്കൊക്കെ പപ്പടം കൊടുക്കും. താങ്ക് യു. തീർന്നു. I'm your follower. Oh, thank you. How are you? Okay. Nice. I'm from Karnataka. Karnataka. Shop in Kollam Beach. Okay. ശരി. Nice. അല്ല അത് വാങ്ങിച്ചോ. പപ്പടം വാങ്ങിച്ചോ. അവിടെ പപ്പടം കൊടുത്തോ. വാങ്ങിച്ചോ കഴിക്കേ. എല്ലാവർക്കും ഫ്രീ കൊടുക്കാൻ പപ്പടം. അതെ അതെ, യൂട്യൂബിലാണ്. കാണാറുണ്ടോ? അമ്മക്ക് എത്ര വയസ്സുണ്ട്? 75 വയസ്സുണ്ടോ? 75 വയസ്സുള്ള എന്റെ ഫോളോവർ ആണല്ലേ. ഒരു കായ് കൊടുത്തപ്പോ കേട്ടാ. 75 വയസ്സുള്ള എന്റെ ആരാധികയാണ്. എനിക്ക് വയ്യ. ശരി ശരി. എല്ലാരും എവിടെ നിന്ന് പറഞ്ഞേ? നരുവാമൂട്. വാങ്ങിച്ചോ. ആ പോയിട്ടോ. പപ്പടം നീ നഞ്ഞുണ്ടോ? തീർന്നോ? ഇത്ര ഉള്ളോ? ഇനി ഫോട്ടോ എടുത്തോ. ഇനി കിട്ടൂല. അവളവിടെ പപ്പടം കൊടുത്തോണ്ട് പോകും.
ശരി. ശരി ഓക്കെ. എന്റെ ചേച്ചിമാരും സംസാരിക്കില്ല, അപ്പം മറ്റേ പയ്യനെയൊക്കെ സഹായിക്കുന്നു. അതെ അതെ അടുത്തു. തക്കൂടെ നോക്കണം. അല്ല സുഖം സുഖം സുഖം. അപ്പൊ വേണം തീർന്നു. അപ്പൊ അങ്ങനെ നമ്മള് കംപ്ലീറ്റ് പപ്പടം തീർത്തിരിക്കുന്നു. സന്തോഷമായ ഇന്ന് അമ്മ ഹാപ്പിയാണോ? ഓക്കെ. അപ്പൊ 64 പപ്പടോ ഇന്ന് കൊണ്ടുവന്ന 64 പപ്പടോ? 64. ഓക്കെ. 64 പപ്പടത്തിന് എത്ര രൂപയാണ്? 50 രൂപ വെച്ച് കൂട്ടി ഇപ്പൊ പറഞ്ഞ പേര് അത് കൂട്ടി ഇപ്പൊ പറഞ്ഞ പൈസ ഇല്ലെങ്കിൽ തരൂല. അത് പറ്റൂല, കണക്കൂട്ടി പറയണം. 3000 രൂപ. അതെ 64 പപ്പടം. 64. അത് കൂട്ടാ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ താങ്ക് യു. അപ്പൊ 64 പപ്പടം 50 × 64 കറക്റ്റ് പൈസ പറഞ്ഞാ ഇപ്പൊ തരും, ഇല്ലെങ്കിൽ നമ്മൾ പോകും. നമുക്ക് പഠിക്കാൻ അന്ന് പറഞ്ഞാ പറ്റൂല. 3200 കറക്റ്റ് ആണെങ്കിൽ തരും, ഇല്ലെങ്കിൽ തരൂല. ഞാൻ നോക്കട്ടെ. എനിക്കാണെങ്കിൽ കാൽക്കുലേറ്റർ ഇല്ലാണ്ട് പറ്റൂല. നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. ഫോണിൽ തന്നെ നമ്മളെ വീട്ടിൽ കണക്ക് കൂട്ടണം. എനിക്ക് കണക്ക് കൂട്ടാൻ നിങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾ ഫോണിലാണ് കണക്ക് കൂട്ടണം. അപ്പം 50 × എത്ര പറഞ്ഞത്? 64 പപ്പടം. 3200 കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയിട്ട് കൂട്ടി പറഞ്ഞ്. ഓക്കെ. അപ്പൊ 3200 നിങ്ങൾക്ക് കിട്ടും. കച്ചവടം ചെയ്യാൻ അറിയാം, കണക്കും അറിയാം. ചില്ലറക്കാരല്ല, പഠിച്ചിട്ടില്ല. ചില്ലറ പെട്ടെന്ന് പൈസ വെച്ച് ഇങ്ങനെ കണക്ക് കൂട്ടി പപ്പടം എണ്ണി കണക്ക് 50 വെച്ച് കൂട്ടി തന്നെ. നമ്മള് 30 പപ്പടം 1500 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 3200. അപ്പൊ നിങ്ങൾക്ക് പപ്പടം എല്ലാം തീർന്ന്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് നേരെ ഫോൺ മേടിക്കാൻ പോവാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഫോൺ മേടിക്കാൻ പോവാം. ബൈ ബൈ. ഇവിടെ എന്താണ് ഇവിടെ വന്ന് വിളിച്ചിരിക്കുന്നത്? ശരി ഓക്കെ താങ്ക് യു. എല്ലാം കൊടുത്താച്ച്. 2 പപ്പടം കിടച്ചില്ലേ തന്നെ? ഇത് ദണ്ടാ കോൺക്രീറ്റ് കുട്ടിച്ചാത്ത വേണ്ട. കൈ ഇപ്പൊ നോക്കണ്ട. ബാ വരൂ. അപ്പൊ ഇന്ന് നിന്നെ തട്ടിക്കൊണ്ട് പോവുകയാണ്. ഇനി നിന്നെ തട്ടിക്കൊണ്ട് പോയി നിന്നെ കീച്ചിടുവേ. നിനക്ക് ഇനി ജീവിതമില്ല. ഇല്ല നീ ജീവിക്കണ്ട. മതി, നീ ജീവിച്ചത് മതി. എത്ര വയസ്സായി നിനക്ക്? മതി 17 വയസ്സ് ധാരാളം. മതി. നിന്നെ തട്ടിക്കൊണ്ട് പോയാലല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നീ തീർന്ന്. നിന്റെ കിഡ്നിയൊക്കെ നിന്ന് അടിച്ചു മാറ്റും. പാവപ്പെട്ടവരാണോ? നോക്കട്ടെ. നീ മിണ്ടാതിരുന്നാ നിന്നെ ഒന്നും ചെയ്യാതെ വിടും. ഇല്ല നിന്റെ എല്ലാം അടിച്ചു മാറ്റി ഞാൻ. കാറിലൊക്കെ വരണം. വേണ്ട. നീ സ്വർണം വേണമല്ലോ നിനക്ക്. സ്വർണം വേണം നിനക്ക്, മൊബൈൽ വേണം. ആരെങ്കിലും ഒരു തുണ്ട് കൊണ്ടുവന്നിട്ട് ഇത് 3 പ്രൈസ് തരാം, നിനക്ക് പൈസ തരാന്ന് ഞാൻ ആരെങ്കിലും ഒന്ന് പറയാണ്. 2000, 3000, 5000. അപ്പൊ ഉടനെ തന്നെ ഏതെങ്കിലും സെലക്ട് ചെയ്യും. എനിക്ക് വേണമെന്ന് പറഞ്ഞ് കൂടെ അങ്ങ് വരും. കൊള്ളാം. അപ്പൊ ആരെയും ഇല്ല. അവിടെ വന്ന ആൾക്കാരൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാരാണ്. നമ്മൾ അറേഞ്ച് ചെയ്താണ്. എന്നെ അറിയാവുന്ന നമ്മളെ ആൾക്കാരാണ്. ഇനിയിപ്പോ ഞാൻ ഒരു കുപ്പി ഇത് സ്പ്രേ അടിക്കും. അപ്പൊ നീ ബോധം കെടും. ഇനിയൊന്നും കാണാൻ പറ്റൂല. പിടിച്ചോണ്ട് പോ. അതുപോലെ പിടിച്ചോണ്ട് പോവുകയാണ് ഇപ്പൊ. നീ തീർന്നു. നീ ഒരു കാര്യം നീ ഉറങ്ങിക്കോ. അമ്മ നമ്മള് ഒന്നും ചെയ്യൂല. അമ്മമാരെ നമ്മള് ചെയ്യില്ല. അമ്മമാര് പോരാളിയല്ലേ, ഒന്നും ചെയ്യില്ല. നീ അല്ലേ ഇത്ര സംസാരിക്കണേ? വാടകയ്ക്കാ? 5000 വാടക താമസിക്കുന്നേ? ഇല്ല, നമ്മള് ഭൂമിയിലെ വാടകക്കാരല്ലേ. നമ്മളിവിടെ ഈ കെട്ടിടങ്ങളൊക്കെ വെച്ച ആൾക്കാർ ഇവിടെ ജീവിതകാലം മൊത്തം ജീവിക്കും. അവര് മരിച്ചു പോവില്ലേ? ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ. പിന്നെ എന്തിനും നമ്മൾ വീട് വെക്കണേ?
നമ്മള് അത് നമുക്ക് വാടകയ്ക്ക് വീട് കിട്ടണ്ടേ? വാടകയ്ക്കും കിട്ടുന്നില്ലേ വീട്? മാസം മാസം പൈസ കൊടുക്കണം. ഓരോ വാടകയാണ് ചോദിക്കുന്നത്. നമ്മളെന്തിന് തോന വാടക 5000 രൂപ. 5000 പിന്നെ 9 8 ആണ് ചോദിക്കുന്നത്. അത് സിറ്റിയിലായോണ്ടാണ്. സിറ്റിയിലല്ല, ഞങ്ങൾ ഗ്രാമത്തിലാ. ഗ്രാമത്തില? ഏത് ഗ്രാമത്തില നിങ്ങള്? തോന്നക്കല്ലേ? ഓ തോന്നക്കൽ ഗ്രാമപഞ്ചായത്തല്ലേ? അവിടെ ഓരോ അരിയും പറക്കിയെടുത്തെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും പറക്കിയെടുത്തെന്നുള്ള എങ്ങനെ കേട്ടിട്ടുണ്ട്? പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയിലൊക്കെ ഉണ്ട്. ഫേമസ് ആണ് അപ്പൊ അല്ലേ? ലുലുമാളി വന്നിട്ടുണ്ടോ? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോടാണ്. ആണോ? അമ്മയെ കൊണ്ട് പോകാത്തത് ലുലുമാളില്? ഇവിടെയൊക്കെ പോണെങ്കിൽ നല്ല മോഡലൊക്കെ ആയിട്ടാണ്. ഒരു മോഡലും വേണ്ട, നമ്മൾ ഇങ്ങനെ പോവാം, ഒരു കുഴപ്പമില്ല. ആൾക്കാരൊക്കെ നോക്കുമ്പോ നമ്മൾ ആൾക്കാരെ നോക്കാനാണ് നമ്മൾ നടക്കണേ. അത്രയല്ല, വേണ്ട, നമ്മൾ നമ്മളായിരിക്കുക. നമ്മളായിട്ട് നമ്മൾ എവിടെ പോയാലും നമ്മളായിട്ട് ഇരുന്നാ ആരും ഒന്നും പറയില്ല. പിന്നെ ഇത്രയും പപ്പടം വിൽക്കുമെന്ന് വിചാരിച്ചിരുന്നു? ഈ സമയം നമ്മൾ വിറ്റ് എടുക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അത്ര നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാമ്മ. ആ അമ്പലത്തിൽ ആള് തീരുമ്പോ ആ ഈ അമ്മ പറഞ്ഞ രാവിലെ തൊട്ടേ നിങ്ങൾ വരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല. ദൈവമായിട്ട് തന്നെ നിങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ആക്കിയത്. ദൈവമായിട്ട് അവര് ഞങ്ങളെ പിടിച്ചോണ്ട് പോണു. നമുക്ക് ദൈവം ഒരു വഴി കാട്ടി. ഈ പപ്പടമൊക്കെ വിറ്റ് കുറച്ച് പൈസ കൊടുക്കും. പക്ഷെ ഇത്രയും പപ്പടം വിറ്റിട്ടേ ഒരു പപ്പടം എനിക്ക് വേണമെന്ന് നീ ചോദിച്ചില്ല. നിങ്ങള് പപ്പടം നിങ്ങളൊക്കെ റിച്ച് കാര്യം ഞങ്ങളെ പപ്പടം എടുക്കും. അതാണ് അമ്മയ്ക്കുള്ള ബുദ്ധി നിനക്കില്ലായി പോയല്ല. ഒന്ന് കൊടുത്തൂടെന്ന്. ഒരു പപ്പടം നീ എനിക്ക് തന്നില്ലല്ല. ചേട്ടന് ഞങ്ങള് നാളെ അല്ല, ഇത്രയും 64 പപ്പടം ഉണ്ടായി. എല്ലാം ഞാൻ നിനക്ക് വിറ്റ് തന്നു. എല്ലാം വിറ്റ് തന്നിട്ട് ഒരു പപ്പടം ചേട്ടന് കൊണ്ടുപോയി കഴിച്ചു നോക്ക് വേണോ എന്ന് ചോദിച്ച കടലൊക്കെ എങ്ങനെ പോവാ? കാറിൽ പോയിട്ട് ഇറങ്ങാണ് ചേട്ടാ. അപ്പൊ മൊബൈൽ മേടിക്കാൻ കേറാല്ല. അപ്പൊ ഐശ്വര്യായിട്ട് കയറിയോ? $5000 ഉണ്ട്. 5000 രൂപയ്ക്ക് മൊബൈൽ വേണം നമുക്ക്. 5000 രൂപയ്ക്കകത്തുള്ള മൊബൈലുകളെല്ലാം നിരത്തി വെച്ചോ. നീ അകത്ത് കയറുക. നിനക്കല്ലേ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം ആള്. നീ വാ. ഇന്ന് അവന്റെ വീഡിയോ എടുക്കണം. അത് ആപ്പന്റെ അല്ലല്ല, അവന്റെ വീഡിയോ. അത് കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും വരുമ്പോഴും ഫോട്ടോ എടുക്കണത് അവനാണ്. അപ്പൊ അവന്റെ വീഡിയോ ഒന്ന് എടുക്കണം ഇന്ന്. എവിടെ അവൻ എപ്പോഴും വീഡിയോയില് ഫോട്ടോ ആണോ? നീ ആത്തുവാ. അപ്പൊ 5000 ബഡ്ജറ്റിനകത്തുള്ള ഫോണുകളെല്ലാം നിരത്തട്ടെ. 11 ആകെ ടെൻഷനിലാണ് അല്ലേ? ഏത് ഫോൺ കിട്ടുമെന്നുള്ള ടെൻഷനിലാണ്. ആപ്പിൾ വേണോ മുന്തിരി വേണോ എന്നുള്ള ടെൻഷനിലാണ്. ആപ്പിൾ മുന്തിരിയും കിട്ടൂല, അതിൽ കുറഞ്ഞ കിട്ടുള്ളൂ. ചെറുത് മതി. ആഗ്രഹിക്കില്ല. അല്ല, നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലേ കുഞ്ഞിക്കുരുവോളം കിട്ടുള്ളൂ എന്നാണ്. പിന്നെ അപ്പൊ ആഗ്രഹിക്കണം. പൈസ കൊണ്ടുവന്നു. പിന്നെ പൈസ കൊണ്ടുവന്നു. നീ സ്പോട്ടിൽ പൈസ നമുക്ക് പൈസ എടുത്ത് വെക്കുന്നു, ഫോൺ വാങ്ങുന്നു, ഓണാക്കുന്നു, വീട്ടിൽ പോകുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. എനിക്ക് ഫോണില്ല. അതാണ് അവരിങ്ങനെ കുറെ നേരമായിട്ട് നിൽക്കുന്ന. അവിടെ ഫോണില്ല. അവരെന്നായിരിക്കും ഏത് ഫോൺ എടുത്ത് കൊടുക്കാൻ? ഏത് ഫോണ് കാണും? ഞാൻ ഏത് ഫോൺ കൊടുക്കും? ഭാഗ്യത്തിന് 2000-3000 അടിക്കാത്തതില് 2000 അടിച്ചിരുന്നെങ്കിൽ നീ എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് 10000 കിട്ടിയല്ലേ. ഇടയ്ക്കൊക്കെ ഇൻസ്റ്റാഗ്രാമത്തിൽ വന്ന് എത്തി നോക്കണ്ടേ? തോന്നക്കൽ ഗ്രാമപഞ്ചായത്തിൽ മാത്രം നിന്നാ മതിയാ? ഗ്രാമത്തിലെ ഇനി നീ ലൈക്കും കമന്റ് ഒക്കെ അടിക്കുമോ? ആയിരുന്നു നിന്റെ അശ്വതി വെച്ചോ? നീ അശ്വതി വെച്ചോണോ? അശ്വതി വെച്ചോ? ശരിക്കും? സത്യത്തേട്ടാ, ഇത് ആദ്യമായിട്ടാണ് അശ്വതി അച്ഛനെ കാണുന്നത് ഞാൻ തന്നെ. അശ്വതി അച്ഛനെ കണ്ടുപിടിച്ചു. അതവര് വേറെ
5000 രൂപയ്ക്ക് ഫോണില്ല, 5000 രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് 8000 അല്ലേ, 7999 8000 രൂപയാണ് ഫോൺ. 5000 രൂപയുടെ ഫോൺ നിങ്ങൾക്ക് 5000 രൂപ പൈസയേ ഉള്ളൂ. ഇത് 8000 രൂപയാണ് ഫോൺ, ഏറ്റവും കുറഞ്ഞ ഫോൺ 8000 രൂപയാണ് ടെക്നോയുടെ. അപ്പോൾ 3000 രൂപ തരണം. 3000 രൂപ നിങ്ങൾ തന്നാലേ വാങ്ങാൻ പറ്റുള്ളൂ. ചേട്ടാ പപ്പടം വിറ്റ പൈസ നമ്മളിപ്പോൾ തരും. പപ്പടം വിറ്റ പൈസ അമ്മയ്ക്കല്ലേ കൊടുക്കണ്ടേ? പപ്പടം വിറ്റ 3200, അത് അമ്മേനെ പപ്പടമാണ് വിറ്റത്, അത് അമ്മയ്ക്കാണ് പൈസ കൊടുക്കണ്ടേ. ഇനി ഫോൺ വാങ്ങേണ്ട നിനക്കാണ്, ഇപ്പൊ നിനക്കാണ് പൈസ തരേണ്ടത്. പപ്പടം വിറ്റ പൈസ ഞാൻ ഇപ്പൊ കൊടുക്കാം അമ്മയ്ക്ക്. 500, 1000, 1500, 2000, 2500, 3000. 200 നിങ്ങൾ വെച്ചോ? 3200 അത് പറ്റില്ല, നമുക്ക് ഡിസ്കൗണ്ട് വേണ്ട. അമ്മയുടെ പപ്പട പൈസ നമ്മൾ കൊടുത്തു. അമ്മയുടെ പപ്പട പൈസ കൊടുത്തു. ഇനി ഈ ഫോണിൻ്റെ നിനക്ക് 5000 രൂപ നിന്റെ പൈസ ഉണ്ട്. ഈ 5000 രൂപയിൽ ഈ ഫോണിൻ്റെ വില എന്ന് പറഞ്ഞിട്ട് 8000 രൂപ, 7999 8000 രൂപ. അപ്പോൾ ഇനി 3000 രൂപ ഈ കടയിൽ കൊടുക്കണം. അപ്പോൾ 3000 രൂപ കൊടുത്താൽ ഈ ഫോൺ നിനക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. എന്താണ് നിന്റെ തീരുമാനം? ഫോൺ വേണോ അതാ ഈ പൈസ അമ്മ മോക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ട് പൈസ എന്നിട്ട് മോളെ 200 ഞാൻ എടുത്തോളാം, ഇന്ന് പപ്പടം വിറ്റ കുഴപ്പമില്ല, 200 ഞാൻ എടുത്തോളാം, 3000 രൂപ കൊടുത്തിട്ട് ഈ ഫോൺ നിനക്ക് അമ്മ വാങ്ങിച്ചു തരും. എന്തടക്കേ? ലോൺ അടയ്ക്കാനുള്ള പൈസ. അപ്പൊ അതാണ് അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ ഫോൺ എന്തിനാ. ഈ ഫോൺ പറഞ്ഞാൽ മനസ്സിലായ? നിന്റെ 1000 രൂപയാണ്, എനിക്ക് 5000 രൂപയാണ്. നിനക്ക് 5000 രൂപ അടിച്ചിട്ടുണ്ട്. പറഞ്ഞോ. അപ്പൊ ബാക്കി പൈസ 3000 രൂപ കൂടെ ചോദിക്കുന്നു. ഇങ്ങോട്ട് അപ്പൊ ഇപ്പൊ അമ്മേരിൽ 3000 രൂപ ഉണ്ട്, വേണമെങ്കിൽ നിനക്ക് ചോദിക്കാം, അമ്മ തരുമോന്ന് ചോദിക്കാം. അല്ല നിനക്ക് നീ ചോദിച്ചോ, അമ്മ തരുമോന്ന് ചോദിക്കും. അമ്മ തരൂല. അപ്പൊ അമ്മക്ക് അവക്ക് ഫോൺ കിട്ടൂല. എന്ത് ചെയ്യും? ഫോൺ വേണ്ട, തിരിച്ചു വെക്കട്ടാ. പൈസ ഇല്ല, അപ്പൊ തിരിച്ചു വെക്കാം ഫോണ്. അപ്പൊ 5000 രൂപ അടുത്ത് എന്ത് വാങ്ങും? അമ്മയ്ക്ക് എന്തെങ്കിലും സ്വർണ്ണക്കടയിൽ പോയി സ്വർണ്ണം വാങ്ങാൻ പറ്റുമോ? നിങ്ങൾക്ക് കമ്മലാണ് ആഗ്രഹം? കമ്മൽ 5000 രൂപ കിട്ടുമോ? പക്ഷെ അവക്ക് മൊബൈൽ വേണോന്നാണ് ആഗ്രഹം. അവളെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് കിട്ടാത്തോണ്ടുള്ള ഒരു ഇതില്. പൈസ കൂടുതലാണ്. ഇപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ രണ്ടും കൂടെ ആലോചിക്കും. നിങ്ങൾ ഒരു തീരുമാനം ആലോചിക്കും. ഞാൻ ഇവിടെ മാറിയിരിക്കും, നിങ്ങൾ പ്ലാൻ ചെയ്യും. ഏത് ഇതാ? പിന്നെ മൊബൈൽ 5000 മൊബൈൽ ഇറങ്ങിയിട്ടുണ്ടോ? വേറെ കടയിൽ എവിടെയെങ്കിലും ഉണ്ടോ ട്രിവാൻഡ്രത്ത്? ഇല്ല. സ്റ്റാർട്ടിങ് പറഞ്ഞ മൊബൈൽ എല്ലായിടത്തും ഇത് തന്നെയാണ് അല്ലേ? സ്റ്റാർട്ടിങ് പറഞ്ഞത് ഇത് തന്നെയാണ് റേറ്റ്. അറിഞ്ഞൂടാ. അമ്മ ലോൺ അടയ്ക്കാനുള്ള പൈസ കൊണ്ട് അമ്മയ്ക്കും തരാൻ പറ്റൂല. അമ്മ ലോൺ അടച്ചില്ലെങ്കിൽ വഴക്ക് പറയും, അപ്പം പറ്റൂല. അപ്പൊ ഈ 5000 രൂപയ്ക്ക് വേറെ സാധനം വരും, വല്ല പാത്രമോ ഒക്കെ മേടിക്കണോ? വീട്ടിലെത്തേക്ക് പാത്രം, ചരുവം, പല സാധനങ്ങളും എല്ലാം ഉണ്ട്. ഫോണാ? അല്ല, ഫോണല്ല, സ്റ്റഡ് 5000 സ്റ്റഡ് ഉണ്ടാവുന്നു. പക്ഷെ കമ്മല് സ്വർണത്തിന് വല്ല വിലയാണ്. ചിലപ്പോൾ 5000 സ്വർണം കിട്ടണമെന്നില്ല. കുഞ്ഞു ചിലപ്പോൾ കണ്ണി പോലും കാണാൻ പറ്റാത്ത വല്ല മുട്ടു സൂചി പോലത്തെ ആയിരിക്കും. നിനക്ക് ഫോൺ വേണമെന്നുണ്ടോ? പക്ഷെ പൈസ ഇല്ല. ഓക്കെ. അപ്പൊ ഈ പപ്പടം വിറ്റ പൈസ 3200 രൂപ ലോൺ അടയ്ക്കാനുള്ളതാണ്. അത് അമ്മയ്ക്ക് ആവശ്യമുണ്ട് അല്ലേ? അപ്പൊ അത് അമ്മ ഇത് തരൂല, തരാൻ പറ്റൂല. അവസ്ഥ അങ്ങനെയുണ്ട്, തരാൻ പറ്റൂല. അപ്പൊ ആ പൈസ അമ്മ ചുരുട്ടി വെച്ചോ, പോക്കറ്റ് ഇട്ടോ. അപ്പൊ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നിനക്കാണ്. നീ വാ. അമ്മ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അമ്മ ഔട്ടായി. ഇനി അടുത്ത് നീയാണ് ഇതിലുള്ളത്. അപ്പം നിനക്ക് ഈ ഫോൺ വേണം. ഈ ഒരു വിലക്ക് ഈ ഒരു ഫോണേ ഉള്ളൂ. നിന്റെ 5000 രൂപ ഉള്ളൂ. അപ്പൊ ബാക്കി നമ്മൾ സ്പോൺസർ ചെയ്യാം, നമ്മൾ വാങ്ങിച്ചു തരാം. ഓക്കെ ആണോ? എന്നാ നീ ഫോൺ എടുക്കുമോ? പറ. എടുക്കും? നീ മാതർന്ന് വല്ല പറ. ഓക്കെ. അപ്പൊ ഈ ഫോൺ പൊട്ടിക്കാം. എന്നാ പൊട്ടിച്ചോ. എങ്ങനെ തറയടിച്ച് പൊട്ടിക്കാനല്ല, ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ. ആരെങ്കിലും പൊട്ടിക്കാൻ പറ്റും? വാ. എന്തിന്? നൈഫ് ഉണ്ടെന്ന് അവിടെ. അപ്പൊ അങ്ങനെ അവള് അശ്വതി അച്ചു. നിങ്ങൾ ആരെങ്കിലും അശ്വതി അച്ചുവിനെ കണ്ടിട്ടില്ലെങ്കിൽ ഇതായിരിക്കണം അശ്വതി അച്ചു.
നിങ്ങൾ തേടി നടന്ന അശ്വതി അച്ചു. വീട്ടു പേര് അച്ചു എന്ന്, സ്കൂളിൽ പേര് അശ്വതി. അശ്വതി എന്നാണ്. ആ പൊട്ടിച്ചോ, നീ പൊട്ടിച്ചോ. കൈയൊക്കെ ഫോൺ ഫസ്റ്റ് ടൈം ആയിട്ട് ഇതല്ല ഫോൺ പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ ധൈര്യമായിട്ട് തുറന്നോ. വേണ്ട, ഇതെടുക്കണം. ഇവിടെ കട്ട് ചെയ്യണം. ധൈര്യത്തിൽ കട്ട് ചെയ്യും. എവിടെ ഇങ്ങനെ വരച്ചാൽ മതി. ഇതിൽ കൊടുക്കണം. അങ്ങനെ വരച്ചാൽ മതി. അങ്ങനെ വരച്ചു. ഞാൻ വരച്ച പറ്റൂല, കാരണം അവള് പൊട്ടിക്കണില്ല. അപ്പൊ അവളെല്ലാം പൈസ കൊടുക്കണം. തട്ടിക്കോ. കൊട്ട ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടെ കൊട്ടാൻ പാടാ. ആ എടുത്തോ. അങ്ങനെ ഫോൺ കിട്ടിയിരിക്കുന്നു. ഇവിടെ വലിച്ചു ഇവിടെ നിന്ന് എടുത്തോ. അങ്ങനെയല്ല, ഇതിനെ ഊരിയാ മതി. അങ്ങനെ ഊരി കാണിച്ചു കൊടുക്കും. അവിടെ തന്നെ കൊട്ട്. ഞെക്ക് ഞെക്ക്. എവിടെയാണ്? പ്രസ് ചെയ്തോണ്ട് പ്രസ് പിടിച്ചോണ്ട്. ഓണായിരിക്കുന്നു. ഓണായി കാണിച്ചു കൊടുത്തോ. അവിടെ കാണിച്ചു കൊടുത്തു. ചിരി പറഞ്ഞ ഇനി അത് ഓണായി വരും. ഇനി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണായി വരട്ടെ. അമ്മ ചിരി. കൈ വറക്കണത് ഓല. ഓക്കെ എടുത്തോ. നെക്സ്റ്റ്. സിം കാർഡ് ഉണ്ടോ? സിം ഉണ്ടോ? സിം എവിടെ? വീട്ടിലുണ്ട്. വീട്ടിലല്ല, അത് പോയി. ഇപ്പൊ പുതിയ സിം എടുക്കണം. ID കാർഡ് ഉണ്ടോ? എന്തൊരു ID കാർഡ്? നിങ്ങളുടെ ആധാർ ഉണ്ട്. അപ്പൊ അത് വെച്ച് കൊണ്ടുവന്നില്ല. അപ്പൊ നിങ്ങൾ സിം എടുത്താൽ മതി. ഓക്കെ, സിം എടുക്കാം. സന്തോഷം കാണാനില്ല. സന്തോഷമുണ്ട്. ഉണ്ടാ പേടി എന്തിന്? ഓണൊക്കെ ചുമ്മാ കിട്ടണം. ഫസ്റ്റ് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തോ. ഇല്ല, നിങ്ങൾ രണ്ടുകൂടെ എടുത്തോ. എടുത്താ ഫോട്ടോ കാണിച്ചു കൊടുത്തോ. അങ്ങനെ സെൽഫി എടുത്തു. ഇതിൽ ഇനി വേറെ സെറ്റ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ, കഴിഞ്ഞല്ലോ. ഇനി ആ സിം ഇട്ട് യൂസ് ചെയ്താൽ മതിയല്ല. ആ സ്ക്രീൻ കാർഡ് കൂടെ ഒക്കെ ഒട്ടിച്ചേരും. ഒട്ടിച്ചേരും, കവറൊക്കെ ഇട്ട് തരും. കൊടുത്താൽ മതി. ബാക്കിൻ്റെ അകത്ത് ചാർജർ ഉണ്ടോടാ? ഇതിലുണ്ടോ? കവറുണ്ട് കേട്ടോ. അടിപൊളി കളറാണല്ലോ. കവറിട്ടോ. നല്ല അടിപൊളി നീല കളർ. ഇഷ്ടമാണോ? നീല കളർ ഇഷ്ടമാണോ? ഓക്കെ, അത് ഇടണ്ട. അപ്പൊ ഇത് സ്ക്രീൻ കാർഡ് ഒട്ടിക്കാണ്. പിന്നെതാ അവരിപ്പോ ഇട്ടിടാം. ഇപ്പൊ ചാർജർ ഉണ്ട്. ഓക്കെ, ഇത് പിന്നെ സിം എടുക്കാം. അത് അറിയാലോ. അതൊക്കെ നേരത്തെ ഫോൺ ഉണ്ടായിരുന്നോ? അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, ഒരു വർഷത്തേക്ക് കംപ്ലൈന്റ് ഇല്ല. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. എന്നിട്ട് ആ ചാനൽ എടുത്ത് കണ്ടാൽ
കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് നേരിൽ കണ്ടപ്പോഴത്തേക്കും പേര് കാണില്ല. കാമില. 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 നൈസ് നെയിം. വീട് ഇതൊന്ന് സ്ക്രീൻ കാർഡ് പിന്നെ ആർക്കും ഞാൻ കൊടുക്കില്ല. ആർക്കും കൊടുക്കില്ലേ? ഫോൺ ആർക്കും കൊടുക്കില്ലേ? മൈക്ക് ഇല്ല. ഇതെങ്ങനെ ആ എനിക്ക് ലോൺ അടയ്ക്കാനുള്ളതാണ്. ലോൺ അടയ്ക്കാൻ പറഞ്ഞില്ലേ എന്റെ ഭർത്താവ് കൊണ്ട് തന്നെങ്കിൽ ലോൺ അടച്ചേനെ. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് കൊടുക്കാനുള്ളതാണ്. നാളെ 3 മണി മുമ്പ് കൊടുക്കണം. നാളെ കച്ചവടത്തിന് പോവില്ല, അമ്പലത്തിലൊക്കെ തിരക്കില്ലാത്തോണ്ടല്ലേ. നാളെ അവർക്ക് അയൽക്കൂട്ടത്തില് കൊടുക്കാനുള്ളതാണ്. നമ്മൾ അയൽക്കൂട്ടത്തിൽ വഴിയാണ് റോൾ എടുത്തത്. അവര് വാങ്ങിച്ച് തരണതാണ് അവരുടെ അടുത്തിരുന്ന്, അയൽക്കൂട്ടത്തിൽ ഇരുന്ന്. നമ്മുടെ അയൽക്കൂട്ടത്തില് റോൾ കിട്ടൂല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഇല്ലെങ്കിൽ കാരണം അത് മൊബൈൽ ഇപ്പൊ ഒരു അത്യാവശ്യ കാര്യമല്ല നിങ്ങളുടെ ഈ ഒരു അവസ്ഥയില്. ആരെങ്കിലും വിളിച്ചാ എന്തിനാണ്? ഇനി ആരും വിളിച്ചാലും അല്ലേ പപ്പടത്തിന് വേണ്ടി വിളിക്കും, എടുക്കും. എപ്പോഴും ഫോൺ ആക്റ്റീവ് ആയിരിക്കില്ല. നമ്മളതുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കാതെയാണ്, അതുകൊണ്ടാണ് ഇരുന്നത്. പിള്ളേരെ തന്നെ പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഞാൻ വിചാരിച്ച ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല. ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ വിചാരിച്ചിട്ടില്ല. ആദ്യം പപ്പടം വേണമെന്നാണ് പറഞ്ഞല്ലേ? പപ്പടം വേണം, നിങ്ങളെ പപ്പടം കൊള്ളാം പറഞ്ഞതല്ല. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ എന്നിട്ട് അമ്മ പറഞ്ഞു പപ്പടം കൊള്ളാം. ഇങ്ങനെയാണെന്ന് നമ്മൾ വിചാരിച്ചതേ ഇല്ല. ഇങ്ങനെ ആരും വന്നിട്ടൊന്നും ഇല്ല. അന്നാണ് ആദ്യമായിട്ടാണ്, അതാണൊന്നും അറിയാത്തത്. മൂക്കുത്തി സ്വർണ്ണമാണോ? സ്വർണ്ണമാണോ? മൂക്കുത്തി സ്വർണ്ണം ഇടണില്ലെങ്കിൽ അത് പണ്ട് മേടിച്ചു. 8ാം ക്ലാസ്സിൽ പഠിച്ചോണ്ട് മേടിച്ചത്. ഇത് സ്വർണ്ണമാണോ? 30 രൂപ. 30 രൂപ. 30 രൂപ കാണിച്ചിട്ട് രണ്ടിലും സ്വർണ്ണം ഇടണമെന്ന് ആഗ്രഹം ഉണ്ടല്ലേ? ഓ അതിന് വർഷങ്ങളാ. നല്ല ആഗ്രഹമാണോ? നല്ല ഇഷ്ടമാണോ സ്വർണ്ണം വാങ്ങിച്ചത്? ഇത് വേണ്ട, ഇതുപോലും വേണ്ട, ചെറിയ മുട്ടായാലും മതി. മുട്ടായാലും മതി. ഇപ്പൊ 2 ഇവിടെ കുത്തിയിട്ടുണ്ട്, 2 അപ്പുറത്ത് കുത്തിയിട്ടുണ്ട്. 2 കുഞ്ഞു 2 മുട്ടായാലും ആഗ്രഹമാണല്ലേ? അല്ലാതെ കമ്മലിനൊക്കെ ഭയങ്കര പൈസ. മഞ്ജു വാര്യര് പറയുമ്പോൾ ആകെപ്പാട് ചെറിയൊരു സാധനമാണ്, അത് ഇടണമെന്നുള്ള ആഗ്രഹമല്ലേ മഞ്ജു വാര്യര്? 6-ാം തമ്പുരാനില്ല. 6-ാം തമ്പുരാനില്ല. അത് തന്നെ അതൊക്കെ നമുക്കറിയാമോ? അത് ഗ്യാരണ്ടി അല്ല. ഏത് വലവ്? ഇതണക്കത്ത നിന്റെ ഉണ്ടല്ലേ മാല സ്വർണ്ണോ? ഇത് 75 രൂപ. മാല 75 രൂപ. എല്ലാം ചെറിയ ബഡ്ജറ്റ് ആണല്ലേ? 30 രൂപ കമ്മല്, 75 രൂപ മാല. ഇത് 10 രൂപ. ഇത് 10 രൂപയുടെ. എല്ലാം ചെറിയ ബഡ്ജറ്റിലാണ്. ഓക്കെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പൊ നീ? അതിനുള്ള കപ്പാസിറ്റിയിലുള്ളൂ. എവിടെയെങ്കിലും വെളിയിറങ്ങുമ്പോ മാലയൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ചിലപ്പോ നിനക്ക് സർപ്രൈസ് ആയിട്ട് നിനക്ക് 2 കമ്മലും 1 മാലയും ചിലപ്പോ കിട്ടും. അപ്പോഴാ അയ്യോ അപ്പോഴെനിക്ക് എന്തിനാണെന്ന് എനിക്ക് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞത്. അപ്പൊ അങ്ങനെ കിട്ടിയ നീ എന്തായിരിക്കും നിന്റെ സന്തോഷം, പ്രതികരണം? എന്തിനാണെന്ന് അറിഞ്ഞൂടാ. അപ്പോഴും അറിഞ്ഞൂടാ, കാരണം ഇത്രയും വലുതൊക്കെ കിട്ടുമ്പോ. വലുതല്ല, ചിലപ്പോ കുഞ്ഞു മാലയും എനിക്ക് ചെറിയ കമ്മല് 2 കമ്മലും കിട്ടും. താഴെ 1 കമ്മല്, മേലെ 1 സ്റ്റഡ്. അത് കിട്ടൂല, പൈസ വേണ്ടേ? അതല്ല പറയട്ടെ, അങ്ങനല്ല. ചിലപ്പം മേലെ 1 കുഞ്ഞു കമ്മല്, താഴത്തെ 1 ചെറിയ കമ്മല്, പിന്നെ ചെറിയൊരു ചെയിനും 1 ലോക്കറ്റ് കിട്ടും. കിട്ടിയ ലോട്ടറി അല്ലേ? കിട്ടിയ എല്ലായിടത്തും പറയൂതാ എനിക്ക് കിട്ടി എന്ന് പറയൂലേ? അങ്ങനെ പറയത്തൊന്നുമില്ല. നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാതെ അങ്ങനെ കിടക്കുന്നില്ലേ, അവർക്കൊക്കെ ഒന്നുമില്ലെങ്കിൽ അവർക്ക്. അല്ല, അപ്പൊ നിനക്ക് ഇങ്ങനെ കിട്ടിയാലേ നീ അത് വിൽക്കുവോ? നല്ല സാഹചര്യം വന്നാ നീ വിൽക്കുവോ? വിൽക്കൂല, പണയം വിൽക്കുവോ? എന്നിട്ട് എടുക്കും, വീണ്ടും എടുക്കും. നമ്മളെന്തേ അതിനാണ് മേടിക്കണത്. അങ്ങനെയില്ല, നമ്മളൊരു ആശുപത്രി കേസ് വന്ന അപ്പൊ നമ്മൾ പൈസക്ക് നമ്മുടെ ഓടും. ചോദിക്കോ? തിരിച്ചു ചോദിക്കോ? തിരിച്ചു ചോദിക്കോ? നമ്മൾ തിരിച്ചു വാങ്ങുമോ? അങ്ങനെയല്ല, ഇത് കൊറേ ഇതൊക്കെ ആയിട്ട് ഏതായിട്ട് കൊറേ ഉപയോഗിച്ചിട്ട് പഴയതാകുമ്പോ നമുക്ക് തരുമെന്നോ? ഓ, നിങ്ങൾ ചിലപ്പോ തിരിച്ചു ചോദിക്കോന്ന് ചോദിച്ചാ. ഉപയോഗിച്ച് പഴയതായിട്ട് നമുക്ക് എന്തിന്? ഞാൻ മൊബൈൽ എനിക്ക് തരും. ഇപ്പൊ നീ ചേട്ടന്റെ പൈസ
അതിപ്പോ നിന്റേതായി, നീ പൊട്ടിച്ച് ഇപ്പൊ നിന്റേതായി. ഇപ്പൊ ഫുൾ നിന്റേതായി. ഞാൻ പൊട്ടിച്ചോണ്ടിരിക്കും, ഇപ്പൊ നിന്റേതായി. നീ എനിക്ക് തരും ഇപ്പൊ ഫോണ്. പിന്നെ നീ പഴയതായിട്ട് എനിക്ക് തരാനാ? നിങ്ങൾ ചിലപ്പോ തിരിച്ചു ഫോൺ പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഇല്ല, ആദ്യമായിട്ടാണ് ഫോൺ പൊട്ടിക്കണത്. ഫോൺ കണ്ടിട്ടുണ്ട്, കയ്യിലെടുത്തിട്ടുണ്ട്, അല്ലാതെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. പുതിയ ഫോൺ ആദ്യമായിട്ടാണ് പൊട്ടിക്കണത്. ഇനി ഒരുപാട് വലിയ വലിയ ഫോണുകളൊക്കെ പൊട്ടിക്കാൻ പറ്റട്ടെ. പഠിച്ച് വലിയ ആളായിട്ട് വലിയ വലിയ മുതുക്ക് ഫോണുകളൊക്കെ പൊട്ടിക്കാൻ പറ്റട്ടെ. അമ്മയ്ക്ക് എന്താണ്? ഓക്കെ ആണോ? ഹാപ്പിയാണോ? അമ്മേരെ പപ്പടം എന്ന് വിറ്റ് തീർന്ന്, ഫോണും കിട്ടി, പൈസയും കിട്ടി. ഇനി എന്താണ് അമ്മേരെ ആഗ്രഹം? ഇന്ന് സമാധാനത്തോടെ ഇന്ന് പോയി കിടന്ന് ഉറങ്ങണം. എന്നിട്ട് നാളെ പൈസ കൊടുക്കണമല്ലേ, ലോൺ അടയ്ക്കണം. നാളെ വീണ്ടും അടുത്ത് എന്നും വീട്ടിൽ പപ്പടം തന്നെ, പപ്പടം വെച്ചിട്ടാണ് എന്നും ചോറ്. അല്ല, പപ്പടം വല്ലപ്പോഴും. എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു വീടുണ്ട്, ആ വീട്ടിലൊരു അപ്പനൊരു അമ്മയുണ്ട്. ആ വീട്ടിലാണ് തൂക്കാൻ പോകും. അവരെനിക്ക് 100 രൂപ. നീ തൂക്കാൻ പോവോ? തൊട്ടടുത്തുള്ള അപ്പന്റെ അമ്മ വീട്ടിൽ നീ തൂക്കാൻ പോകും. അപ്പൊ നിനക്ക് 100 രൂപ മാസം തരുമോ? ഡെയിലി? അല്ല, വല്ലപ്പോഴും തൂക്കാൻ പോകുമ്പോ നിനക്ക് ഒരു 100 രൂപ തരും. അപ്പൊ അത് വെച്ച് എന്ത് ചെയ്യും? അത് വെച്ച് എന്തെങ്കിലും മേടിച്ചേക്കില്ലെങ്കിൽ മീൻ മേടിക്കും. കഴിച്ചാലല്ലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. ഓക്കെ. അപ്പൊ വീട്ടു ജോലിക്കൊക്കെ എപ്പോഴും പോവോ? ചിലപ്പോഴൊക്കെ. സ്കൂളൊന്നുമില്ല. പിന്നെ നീ പഠിക്കുമല്ലേ? പഠിക്കാൻ സാമ്പത്തികം മോശമാണോ? ഗവൺമെന്റ് സ്കൂളാണ്. ആണോ? പോകുന്നുണ്ടോ? പൊക്കോണ്ടിരുന്ന കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പാട്. അപ്പൊ ഞാൻ ഇനി അടുത്തത് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചിട്ട് ബ്യൂട്ടീഷ്യൻ ഇല്ലെങ്കിൽ TTC-ക്ക് പോകും. അതിനൊക്കെ പോകാൻ പാടാണല്ലേ? നല്ല പാടൊന്നുമില്ല. പൈസയൊക്കെ വരും. നിനക്ക് പഠിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിന്നെ പഠിപ്പിക്കാൻ ആൾക്കാർ വരും. നീ ആദ്യം +2 പാസ്സാകും. അതിന് പൈസ പ്രത്യേകിച്ച് വേണ്ടല്ലോ. നീ അടുത്ത കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ തേടി ആൾക്കാർ വരും, നിന്നെ പഠിപ്പിക്കും. നീ പഠിച്ച് വലിയ ആളാ. കേട്ടില്ല? വൈഡിലെടുക്കാനാ? വൈഡിലെടുക്കണം നിന്നെ കട കിട്ടാനെന്ന്. ഈ കടയൊന്നും നമ്മളിങ്ങനെ ഫോൺ എടുത്തിട്ടുണ്ട്, അപ്പൊ ഈ കടയിൽ വീണ്ടും ആൾക്കാർ വരുമല്ലോ, അതിനാണ് അവരങ്ങനെ പറയുന്നത്. ഐഡിയ ഇല്ലേ? തല ഇവൻ വയറിളക്കോ? ഇവൻ പറയണേ വൈഡായിട്ട് എടുക്കണോ? അവനെ കൂടെ കാണിച്ചു കൊടുക്കാം. എന്റെ അകത്ത് ഇടാൻ പറ്റുമോ? അടച്ചു കൊടുത്തിട്ട് കയ്യിൽ വാങ്ങി. നോക്കിവേ, ഞാൻ വെക്കാം. നമ്പർ അതിരിക്കട്ടെ, ഫ്രീയാ കൊടുക്കാം. ഇവർക്ക് തൊട്ടെങ്കിരുന്നതിനൊക്കെയാണ് എനിക്ക്. അശ്വതിക്ക് വേറൊരു ഗിഫ്റ്റും കൂടെ. ഫോണല്ലോ അത്. ഹെഡ്സെറ്റ്, പാട്ട് കേൾക്കാൻ. ബില്ലിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇവര് തന്നത്. ഓക്കെ, ശരി പോട്ടാ. ഓക്കെ, ശരിയേട്ടാ. വളരെ നന്ദിയുണ്ട്. വെള്ളം മേടിച്ചു തരട്ടെ? വെള്ളം മേടിച്ചു തരട്ടെ? എന്തിന്? എനിക്ക് വാങ്ങിച്ചു തരാന്നാ? അതൊന്നും കുഴപ്പമില്ല. വേണ്ട, ഹാപ്പി ആണല്ലോ? ഓക്കെ, ടാറ്റ. വളരെ നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചലഞ്ച് കാണാം. അടിച്ചോ? എവിടെയെങ്കിലും വെച്ച് കാണാം.